ജപ്തി നോട്ടീസ് അയച്ച ബാങ്കിൽ തന്നെ 70 ലക്ഷം അടിച്ച ലോട്ടറി ടിക്കറ്റ് കൈമാറി മധുര പ്രതികാരം ചെയ്തിരിക്കുകയാണ് പൂക്കുഞ്ഞ്. അയാൾ അർഹിക്കുന്ന ഭാഗ്യമാണിതെന്നാണ് മൈനാഗപ്പള്ളി ഷാനവാസ് മൻസിലിൽ പൂക്കുഞ്ഞിന് 70 ലക്ഷം രൂപ ലോട്ടറി അടിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞത്. സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ഒരാളാണ്. ഒരുപാട് ബാധ്യതകളും കടവൊക്കെ ഉണ്ട്. വീട് വെച്ച് ഒരുപാട് കടവൊക്കെ ഉണ്ടായിട്ട് ഇന്നെയാണ്. അപ്പം ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുമെന്നും പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് കച്ചവടം കഴിഞ്ഞ് വന്നപ്പം വണ്ടി കഴിവാനായിട്ട് പോയപ്പോഴാണ് പോസ്റ്റ്മാൻ ബാങ്കിൽ നിന്ന് നോട്ടീസുമായിട്ട് വന്നത്. അപ്പം എന്നും ഞാൻ രാവിലെ ചായ കുടിക്കാനായിട്ട് ചായക്കടയിൽ പോകും. അവിടുന്ന് ഈ 2 ലോട്ടറി വീതം എടുക്കുന്നതാണ്. അന്നും രാവിലെ 2 ലോട്ടറി എടുത്ത് അത് കയ്യിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കാണ് ഈ നോട്ടീസ് കൈ കിട്ടിയത്. ഈ മാസം 30-ാം തീയതിക്ക് മുമ്പ് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിഷമത്തെ അവിടെ ഇരുന്ന് പിന്നെ ഞാൻ ജോലിക്ക് പോയി. തിരിച്ച് വന്ന് 4-4:30 ആയപ്പോൾ മൊബൈലിനകത്ത് ഇങ്ങനെ റിസൾട്ട് എല്ലാ ദിവസവും നോക്കും. 100-200 അടിക്കുന്നുള്ളൂ. വലിയ എമൗണ്ടൊന്നും അടിച്ചിട്ടില്ല. മൊത്തം 200-300 രൂപ 400 രൂപയൊക്കെ ഡെയിലി എടുക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഫസ്റ്റ് പ്രൈസ് നമ്പർ കണ്ടത്. പിന്നെ എല്ലാവർക്കും സന്തോഷമായിപ്പോയി. ജീവിതം അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്നതിനെ പറ്റി യാതൊരു പ്രതീക്ഷകളും ഇല്ലാതിരിക്കുമ്പോഴുമാണ് മീൻ കച്ചവടക്കാരനായ പൂക്കുഞ്ഞിനെ തേടി ഈ ഭാഗ്യമെത്തിയത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ലോട്ടറി എടുത്ത പൂക്കുഞ്ഞിനെ തേടി 2 മണിക്ക് യൂണിയൻ ബാങ്ക് കരുനാഗപ്പള്ളി കുറ്റിവട്ടം ബ്രാഞ്ചിൽ നിന്നും ജപ്തി നോട്ടീസ് എത്തുകയും എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ വീണ്ടും 1 മണിക്കൂറിന് ശേഷം 3 മണിക്ക് പൂക്കുഞ്ഞെടുത്ത EZ907042 എന്ന ലോട്ടറിക്ക് 70 ലക്ഷം അടിച്ചുവെന്ന് പൂക്കുഞ്ഞിന്റെ അനിയൻ വിളിച്ചു പറയുകയുമായിരുന്നു. വീട് പണിയാൻ വേണ്ടി പൂക്കുഞ്ഞ് ബാങ്കിൽ നിന്നും കടമെടുത്ത 7,45,000 രൂപ കുടിശ്ശികയടക്കം 9 ലക്ഷം രൂപയായി മാറിയിരുന്നു. ജപ്തി നോട്ടീസ് കയ്യിൽ കിട്ടിയതിന് പിന്നാലെ വന്ന ഈ ഒരു സന്തോഷ വാർത്ത കേട്ട് തന്നെ ദുരിതക്കയറ്റിൽ നിന്നും കരകയറ്റിയതിന് സകല ദൈവങ്ങൾക്കും നന്ദി പറഞ്ഞ് ഇപ്പോൾ തനിക്ക് ജപ്തി നോട്ടീസ് തന്ന അതേ ബാങ്കിൽ തന്നെ തന്റെ 70 ലക്ഷം രൂപയുടെ ലോട്ടറി ടിക്കറ്റ് ഹാജരാക്കിയിരിക്കുകയാണ് പൂക്കുഞ്ഞ്. ഈ നോട്ടീസ് വന്നപ്പോൾ ആകെ പതിച്ചു പോയി. പൈസ അടയ്ക്കാനൊരു മാർഗ്ഗമില്ല. മീൻ കച്ചവടം ചെയ്ത് കൊണ്ടുവരുന്നതിനകത്തുനിന്ന് മുത്തൂറ്റിന്റെ ഇസാഫിന്റെ എല്ലാം ലോൺ അടയ്ക്കണം. കല്യാണക്കാർ, വാലിയാച്ചുകാർ, പലിശക്കാർ ഇതെല്ലാം ഉണ്ട്. മാറ്റിയിട്ട് 200 രൂപ വീതം മാറ്റിയിട്ട് 6200 രൂപ അടയ്ക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. ആകപ്പാട് വിഷമത്തിൽ ഇരുന്നായിരുന്നു. അന്നേരം ഇതടിച്ചേ. അപ്പോൾ എന്തുവാന്നറിയാൻ വയ്യാത്ത സന്തോഷമായിപ്പോയി ഞങ്ങൾക്ക് ഇത് കിട്ടിയപ്പം. അടിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞു വള്ളം പറയാതെ. അല്ല നോക്കടി എന്ന് പറഞ്ഞിട്ടും ഫോണ് കാണിച്ചിട്ട് ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയുക, വേറെ ഏതോ നമ്പറിന് പോയതായിരിക്കും. അല്ല നോക്കെന്ന് പറഞ്ഞ് കാണിച്ചപ്പോൾ ഞാൻ തന്നെ അങ്ങ് വല്ലാത്ത ആകാംക്ഷയായി പോയങ്ങ്. 3 സെന്റ് വസ്തുവിനകത്തൊരു വര വെച്ച്, സ്ഥലമില്ലാന്ന് 3 സെന്റ് വസ്തുവേ ഉള്ളു. അതിനകത്തൊരു കൊച്ചു വര വെച്ച്